മുല്ലപ്പെരിയാർ ഡാം തൊട്ട് തൊടുപുഴയുള്ള ആൾക്കാർ പോയിക്കോട്ടെ എന്നാ. ഇയാൾക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം? ഒരുപാട് പറയുന്നുണ്ടല്ലോ, എന്ന് ഡീകമ്മീഷൻ ചെയ്യും, എന്ന് നിർവീര്യമാക്കും എന്നുള്ള ഡേറ്റ്. കേരളം സംസ്ഥാനം ഉണ്ടല്ലോ, കേരളം തമിഴ്നാടിന്റെ ഒരു ജില്ലയാവും. പക്ഷെ ഇവിടെ ബംഗാളികൾ വരും, ബീഹാറികൾ അവരുടെ രാജ്യമാക്കിയിട്ടുണ്ട്. എറണാകുളത്തും കോട്ടയത്തുമായിട്ടുള്ള രാസ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, എറണാകുളത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന റിഫൈനറി, നേവൽ ബേസ്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യയെ അടിക്കാൻ തീരുമാനിച്ചാൽ കൊച്ചിയിൽ നിന്നുള്ള ഒരു സംവിധാനങ്ങളും, മുല്ലപ്പെരിയാർ പൊട്ടിയാലും വെള്ളം കുറേശ്ശേ വരുള്ളൂ. ആ വരുന്ന വെള്ളം അവിടെയും ഇവിടെയും തട്ടി 44 നദികളിലൂടെ അറബിക്കടലിലേക്ക് പോയി. അതിന്റെ ഒഴുകി ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ ഡെപ്ത് കുറയും. കല്ലും ചെളിയും മണലും ഒന്നും ഒഴുകി എത്തില്ല. ഇത് ഗ്രാവിറ്റി ഡാമാണ്. സുഖി മിശ്രിതം ഒലിച്ചു പോയാലും അവിടെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറയുന്ന ഒരു ചാനലിന്റെ പ്രസക്തി എന്താ ഉള്ളത്? വർഷങ്ങൾ കൊണ്ട് ഇത് പറയുന്നു, പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കട്ടെ, ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയി കോടതിയിൽ എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത്, താങ്കൾ എന്താണ് ബാധിക്കുന്നതെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകൾ. മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ആർക്കാണ് വിരോധം? കേരള സർക്കാരിന് വിരോധമുണ്ടോ? കേന്ദ്ര സർക്കാരിന് വിരോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് കോടികൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ആര് തന്നു? ഒരാളെ വിളിച്ചുകൊണ്ട് പോവാ, ഒരാളെ വിളിച്ചുകൊണ്ട് പോവാ. എൻ്റെ വീട്ടിൽ വന്ന് നോക്ക്, എൻ്റെ കടബാധ്യതകൾ മുഴുവനും അഫിഡവിറ്റായിട്ട് ഞാൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ്. എൻ്റെ കട എത്രയുണ്ടെന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ എന്താണ് താങ്കൾക്ക് തോന്നുന്നില്ല? വയനാടുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ എനിക്ക് തോന്നുന്നു, എനിക്കൊരു 10-15 വയസ്സുള്ള കാലം തൊട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ പൊട്ടും, ഇപ്പോൾ പൊട്ടും, ഇപ്പോൾ പൊട്ടും. മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് റസൽ ജോയ്. സാർ നമസ്കാരം. സാർ, ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിക്ക് മുന്നോട്ട് കേൾക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടും, പൊട്ടും, പൊട്ടും. ഓരോ മഴക്കാലത്തും നമ്മളത് കേൾക്കും. ഈ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നേതാക്കന്മാർ മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം ചെയ്യും. ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറയുന്ന മനുഷ്യൻ ഇതിന്റെ പിന്നാലെ ഉണ്ട്. സത്യത്തിൽ ഇന്ന് വരെയും മുല്ലപ്പെരിയാറിനൊന്നും സംഭവിച്ചിട്ടില്ല. 999 വർഷത്തേക്കുള്ള പാട്ടക്കരാറാണ്. ഇത്രയും കാലവും അവിടെ ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകുമെന്നും അതിനൊന്നും സംഭവിക്കില്ല എന്നും, ഇതൊരു ഗ്രാവിറ്റി ഡാമാണെന്നും, അവിടുത്തെ സുർക്കി മിശ്രിതം ഒലിച്ചു പോയാലും ഇതിനൊന്നും സംഭവിക്കില്ല എന്നൊരു വാദം ഇപ്പുറത്ത് നിൽക്കും. പക്ഷെ ആളുകൾ പാനിക്കാണ്. വയനാട്ടിലെ സംഭവത്തോടുകൂടി സത്യത്തിൽ എറണാകുളത്തൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട ആളുകൾ ഒട്ടനവധി പേരുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിന് എന്ത് സംഭവിക്കും? ലോകത്ത് ഒരു വർഷത്തിൽ ഒരു ഡാമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ തകരുന്നുണ്ട്. ചിലപ്പോൾ എണ്ണം കൂടും, 1, 2, 3 ഒക്കെ ആവും. ഇതെല്ലാം ഇതിൽ പകുതിയും ഗ്രാവിറ്റി ഡാംസ് ആണ്. ഗ്രാവിറ്റി ഡാം തകരില്ല എന്ന് പറയണല്ലോ എന്താ അർത്ഥം? അത് അവിടെ ഭൂകമ്പ സാധ്യതയില്ല, സീസ്മിക് സോണിലല്ല. ഈ ഗ്രാവിറ്റി ഡാമുകൾ തകർത്ത സ്ഥലത്ത് സീസ്മിക് സോണിലല്ല ഈ ഡാം. മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലാണ്. കേരളം മൊത്തത്തിൽ സീസ്മിക് സോണായി. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിൽ 7+ വരുന്ന മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന സംസ്ഥാനം കേരളമാണ്. ജോൺ ബ്രിട്ടാസ് ഏത് പാർട്ടിക്കാരനാണ്? ഇടതുപക്ഷക്കാരനാണ്. അതായത് CPM. ഈ CPM-ന്റെ MPക്ക് പാർലമെന്റിൽ ഞാൻ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന, ഞാൻ ഗഹനമായ നിയമപ്രശ്നങ്ങളൊന്നും പറയുന്നില്ല, ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് എന്നത് ഡീകമ്മീഷൻ ചെയ്യും, എന്നത് നിർവീര്യമാക്കും എന്ന് പറയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ പറയേണ്ടത് എന്താണ്? കേരള സർക്കാർ പാർലമെൻറ്റിൽ പറയേണ്ടത് എന്താണ്? കേന്ദ്ര സർക്കാർ ഈ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ? എന്താ അദ്ദേഹം അത് പറയാത്തത്? ഈ മനുഷ്യൻ്റെ ജീവൻ്റെ മുമ്പിൽ ഈ രാഷ്ട്രീയം വന്നുകൂടാ. ഈ രാഷ്ട്രീയം അങ്ങോട്ട് തലയ്ക്ക് പിടിക്ക് ഒരു അന്ധത ബാധിക്കരുത്. അദ്ദേഹം അതാണ് പറയേണ്ടത്. ഈ കേസ് കൊടുത്ത ആള് കേരള മുഖ്യമന്ത്രി പരാജയപ്പെട്ടെടുത്ത് ജയിച്ച ആളാണ്. 2018 പ്രളയകാലത്ത് 3 അടി വെള്ളം കുറയ്ക്കാനായിട്ട് കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ഫലിക്കാതെ വന്നപ്പോൾ പരാജയപ്പെട്ടെടുത്തുനിന്ന് ഞാൻ 3 അടി കുറപ്പിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ച ആളല്ലേ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന് അനുകൂലമായ ഉത്തരവ് മേടിച്ചത് ഞാനല്ലേ. ഞാനല്ലേ ഈ പറയണത് നിങ്ങൾ കേരള സർക്കാരൊന്ന് പിന്തുണയ്ക്കുക, കേന്ദ്ര സർക്കാരൊന്ന് പിന്തുണയ്ക്കെന്ന് പറയുന്നത്. എളുപ്പമുണ്ട്.
ഇവർ പിന്തുണച്ചില്ലെങ്കിലും അന്തിമമായി ഞാൻ ജയിക്കും, സമയമെടുക്കും. ഇവരൊരു അഫിഡവിറ്റ്, കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് ഇടണമെന്ന് ജോൺ ബ്രിട്ടാസ് പറയുകയും ആ അഫിഡവിറ്റ് കേന്ദ്ര സർക്കാർ ഇടുകയും രണ്ട് സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഈ കേസിനെ ഞങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്ത കേസിനെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നു, അതിൻ്റെ നെസസറി എക്സ്പെൻസ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നതായിരിക്കും എന്ന് രണ്ട് സെൻറ്റൻസ് പറഞ്ഞൊരു അഫിഡവിറ്റ് ഇട്ടാൽ മതിയാവും. സംഭവം തീർന്നു. ഇന്നിട്ടോ നാളെ കേസ് തീരുവാണ്. അത് ചെയ്യണം അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരൊറ്റ ചോദ്യം, സാധാരണക്കാരനുണ്ടാവുന്ന ചോദ്യമാണ്, എന്താണ് അഡ്വക്കേറ്റ് റസൽ ജോയിക്ക് ഇതുകൊണ്ടുള്ള ലാഭം? കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് താങ്കൾ ഇതിന്റെ പിന്നാലെ ഞാൻ പല കമന്റുകളിലും കണ്ടതാണ്. ഇയാൾക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം? ഒരുപാട് പറയുന്നുണ്ടല്ലോ. ഞാൻ ഇത് വെച്ചിട്ട് ഒരുപാടൊന്നുമില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബർ പറഞ്ഞു, പേര് പറഞ്ഞിട്ടില്ല കേട്ടാ, ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് കോടികൾ ഉണ്ടാക്കി എന്ന് പറയുന്നത്. ആര് തന്നു? ഒരാളെ വിളിച്ചുകൊണ്ട് പോവാ, ഒരാളെ വിളിച്ചുകൊണ്ട് പോവാ. എൻ്റെ വീട്ടിൽ വന്ന് നോക്ക്. എൻ്റെ കടബാധ്യതകൾ മുഴുവനും അഫിഡവിറ്റായിട്ട് ഞാൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ്. എൻ്റെ കട എത്രയുണ്ടെന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നില്ല? അതായത് എൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ എനിക്കുള്ളതെല്ലാം ഒരാളുടെ ജീവന് പകരമായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ 3.5 കോടി ജനങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്ത് വിലയുണ്ട്? ഇതിപ്പം 1.5 കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ ഡയറക്റ്റ് ലൈനിൽ 1.5 കോടി ജനങ്ങളുണ്ട്. എറണാകുളത്തെ വിഷവാതകം നിറച്ചു വച്ചിരിക്കുന്ന ഫാക്ടറികളൊക്കെ പൊട്ടിത്തെറിച്ചാൽ 3.5 കോടി ജനങ്ങളും തീർന്നു. 3.5 കോടി ജനങ്ങളോ? കാറ്റ് പോകുന്നിടത്ത് തമിഴ്നാട്ടിലേക്ക് കാറ്റ് പോയാൽ അവിടുത്തെ ജനങ്ങളും വീഴും. നമ്മുടെ ബോർഡർ സ്റ്റേറ്റുകളെല്ലാം ഈ റിസ്കിലുണ്ട്. ഇത് മുല്ലപ്പെരിയാർ ഡാം തകർന്നു വരുമ്പോഴാണ് ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്യും. ഒരു വാർ എയർക്രാഫ്റ്റ് പോലും കൊച്ചി നേവൽ ബേസിൽ നിന്ന് പൊങ്ങൂല, ചെളി മൂടി കിടക്കും. ഇത് നാഷണൽ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇതൊരു ചെറിയ തമാശ കളിക്കുന്ന കാര്യമാണോ? അവിടെ നാഷണൽ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യം. അപ്പം എൻ്റെ ഒരു കുറച്ച് സ്ഥലവും കുടുംബം മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? താങ്കൾ ആലുവയിൽ താമസിക്കുന്നത് കൊണ്ട് താങ്കളുടെ വീടും വസ്തുവും പോകും, നല്ല ഉറപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ സമ്പത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല. പോകുന്നതുകൊണ്ടെന്ന് മാത്രമല്ല, ജനങ്ങളുടെ ജീവനാണ് മെയിൻ എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സീരിയസ്നെസ് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. പല വാദമുഖങ്ങളുണ്ട്. കോട്ടയവും എറണാകുളവും അറബിക്കടലിൽ പതിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടു, കൂടി വന്നാൽ തൊടുപുഴ വരെ പോകും. ഈ കൂടി വന്നാൽ തൊടുപുഴ എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരല്ലേ എന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചു. എത്ര ആയിരം ജനങ്ങളുണ്ടെന്നറിയോ മുല്ലപ്പെരിയാർ ഡാം പോയിട്ട് തൊടുപുഴ വരെ? അദ്ദേഹത്തിന്റെ അത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞുകൊണ്ട് പറയാണ്, എന്താ ആത്മാർത്ഥതയുണ്ട്? മുല്ലപ്പെരിയാർ ഡാം തൊട്ട് തൊടുപുഴയുള്ള ആൾക്കാർ പോയിക്കോട്ടെ എന്നാ അങ്ങനെ പറയുന്ന ഒരു ചാനലിന്റെ പ്രസക്തി എന്താ ഉള്ളത്? അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ എങ്ങനെയാണ്? മുല്ലപ്പെരിയാർ പൊട്ടിയാലും വെള്ളം കുറേശ്ശേ വരുള്ളൂ. ആ വരുന്ന വെള്ളം അവിടെയും ഇവിടെയും തട്ടി 44 നദികളിലൂടെ അറബിക്കടലിലേക്ക് പോയി. അതിന്റെ ഒഴുകി ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ ഡെപ്ത് കുറയും. കല്ലും ചെളിയും മണലും ഒന്നും ഒഴുകിയെത്തില്ല. ഇത് ഗ്രാവിറ്റി ഡാമാണ്. സുഖ്യം മിശ്രിതം ഒലിച്ചു പോയാലും അവിടെ ഒന്നും സംഭവിക്കില്ല. കല്ലുകൾ, കരിങ്കല്ലിന് വെള്ളത്തിൽ കിടന്ന് രൂപമാറ്റം സംഭവിക്കില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് കരിങ്കല്ല് ഉരുണ്ടതും ഒക്കെ വന്ന് തട്ടുന്ന വെള്ളത്തിന്റെ ഫോഴ്സ്. കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയതാണ്. 999 വർഷത്തെ കെട്ടിയത്. തമിഴ്നാട് ഇപ്പോഴും പറയുന്നു മുല്ലപ്പെരിയാറിനൊന്നും പറ്റില്ല, തമിഴ്നാടിനെ വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു സ്പേസിലാണോ താമസിക്കുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട്. ബട്ട് ഞങ്ങളെല്ലാവരും പാനിക്കാണ്. ഞാൻ കാണുന്നവരും സംസാരിക്കുന്നവരും എല്ലാവരും പാനിക്കാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വർഷങ്ങൾ കൊണ്ട് ഇത് പറയുന്നു, പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരിക്കട്ടെ, ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയി കോടതിയിൽ എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത്, താങ്കൾ എന്താണ് വാദിക്കുന്നതെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകൾ. താങ്കൾ പറയുന്നത് താങ്കൾ കൊടുത്തിരിക്കുന്ന കേസ് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്ത് എന്നേക്കുമായി ഇല്ലാതാക്കണം എന്നതാണോ മറ്റെന്തെങ്കിലും ആണോ? അതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാം എന്നേക്കുമായി ഡീകമ്മീഷൻ ചെയ്യണമെന്ന് തന്നെയാണ്. അല്ല, താങ്കളുടെ ഇപ്പോഴത്തെ കേസ് എന്താണ്? സുപ്രീം കോടതിയിൽ താങ്കൾ ഇപ്പോൾ ഡീകമ്മീഷൻ എൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷെ ഡീകമ്മീഷൻ അല്ല ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് വ്യക്തമാണ്. ഞാൻ ഡീകമ്മീഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാം പരിശോധിച്ച റിപ്പോർട്ടുകളൊന്നും സുപ്രീം കോടതി വന്നിട്ടില്ല. അതൊരു ഗുരുതരമായ ക്രൈമല്ലേ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? കേരള സർക്കാരിൻ്റെ കയ്യിലുള്ള സകല റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. എന്താണ് കേരള സർക്കാർ ഹാജരാക്കാതിരുന്നത്? ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഈ സാധനം സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ആദ്യമായിട്ട് ഇത് തകരാറിലാണെന്ന് പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്.
സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട്. അതിനുശേഷം IIT റൂർക്കി പഠിച്ചു, IIT ഡൽഹി പഠിച്ചു, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പഠിച്ചു, കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ധ പാനൽ അവർ പഠിച്ചു. ഈ സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ അണ്ടറിൽ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ അടിയിൽ സബ് കമ്മിറ്റി ഉണ്ട്. ഇവർ പറഞ്ഞ പല റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൻ്റെ KSEBയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ലതിക മാഡം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ശ്രീധരൻ, ഈ കമ്മിറ്റിയിലുള്ള ഒരാൾ ശ്രീധരൻ എന്ന് പറയുന്ന എഞ്ചിനീയർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിവശത്ത് പരിശോധിച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ എന്താ സുപ്രീം കോടതിയിൽ എത്താതിരുന്നത്? അത് നമ്പർ 1. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനയൊന്നും വേണ്ട. ഈ ലോകത്ത് ഇത് പരിശോധിക്കാൻ അധികാരപ്പെട്ട അറിവുള്ള ഒരു ശാസ്ത്രജ്ഞർ ഉണ്ടെങ്കിൽ അത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. ഇന്ത്യയിൽ ആ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇവിടെ ഡാം എഞ്ചിനീയറിംഗ് പോലും, ഡാം എഞ്ചിനീയറിംഗ് ഇല്ല, പിന്നെയാണ് റിലയബിലിറ്റി സയൻസ് എന്ന്, അതുമില്ല. അപ്പോൾ ലോകത്ത് എന്ത് സാധനവും എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ക്യാമറ നിങ്ങൾക്ക് എത്ര നാൾ ഇതിനെ ആശ്രയിക്കാം എന്ന് പറയേണ്ടത് അവരാണ്. ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ്, സൈന്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടാങ്ക്, നമ്മൾ വാങ്ങിച്ച ഫ്രാൻസിൽ നിന്ന് മേടിച്ച റാഫേൽ എയർക്രാഫ്റ്റ്, ഇതൊക്കെ സൈന്യത്തിന് എത്ര നാൾ ആശ്രയിക്കാമെന്ന് പറയേണ്ടത് അവരാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വയ്ക്കുന്ന ഇന്നർ ഓർഗൻസ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ വയ്ക്കുന്നു, പേസ് മേക്കറുണ്ട്, ഒത്തിരി ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ മനുഷ്യൻ്റെ ഇന്നർ ഓർഗനായിട്ട് മനുഷ്യ ശരീരത്തിൽ വയ്ക്കാറുണ്ട്. അതെത്ര നാൾ ആ ശരീരത്തിന് റിലയബിൾ ആണെന്ന് പറയേണ്ടത് അവരാണ്. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമെൻറ്റ് സ്ട്രക്ചർ എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് അവരാണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഒരു ഡാം പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരപ്പെട്ട ഒരു ശാസ്ത്രശാഖയും സയൻറ്റിസ്റ്റുകളും അവരാണ്. അപ്പം ഞാൻ സുപ്രീം കോടതിയിൽ കാനഡയിലെ 2ഉം അമേരിക്കയിലെ 1ഉം, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊടുത്താൽ, കാനഡയിലെ 2ഉം അമേരിക്കയിലെ 1ഉം റിലയബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഡ്രസ്സ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ആർക്കാണ് വിരോധം? കേരള സർക്കാരിന് വിരോധമുണ്ടോ? കേന്ദ്ര സർക്കാരിന് വിരോധമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ജനവിരുദ്ധരാണ്. റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിന് എതിര് നിൽക്കുന്നത് ആരാണോ അവർ ജനവിരുദ്ധരാണ്. താങ്കളിപ്പോൾ കോടതിയിൽ ആവശ്യപ്പെടുന്നത് റിലയബിലിറ്റി എഞ്ചിനീയർമാർ വന്ന്, സ്പെഷ്യലിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണമെന്ന് മാത്രമാണ്. പരിശോധിച്ച് എന്ന് ഡീകമ്മീഷൻ ചെയ്യും, എന്ന് നിർവീര്യമാക്കും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണം. അത് നാളെ എന്നല്ല, മറ്റന്നാളെന്നല്ല, 999 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അന്ന്. പക്ഷെ അവർ സർട്ടിഫൈ ചെയ്യണം. അതെ. പക്ഷെ താങ്കൾ കോൺഫിഡൻ്റ് ആണ് അവരുടെ സർട്ടിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളത്? അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ സയൻസ് നമ്മൾ ബഹുമാനിക്കണ്ടേ. 40 വർഷം കഴിഞ്ഞാൽ 40 വർഷമാണ് റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ ആയുസ്. റിപ്പയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ഒരു ഡാം ഒരിക്കലും പണിതിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലോലെസ് റിപ്പയറിംഗ് മെത്തേഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ റിപ്പയർ ചെയ്ത് നന്നാക്കും എന്ന് പറയണത് വെറും ഫാൾസ്ഹുഡാണ്, അതിലൊരു സത്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ പറയണത് 40 വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വന്നാൽ ഡാം പരിശോധിക്കേണ്ടത് തന്നെ വരില്ല. അവരുടെ സയൻസിൽ പറയുന്നത് അവർ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. ക്യാമ്പയിനുകൾ ഉണ്ടാകട്ടെ, കലാപാഹ്വാനങ്ങളല്ല, സമാധാനത്തോടെയുള്ള സമരങ്ങൾ ഉണ്ടാകട്ടെ, ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് സമാധാനത്തോടെ രാജ്യത്തെ മോചിപ്പിച്ചെടുത്ത ഗാന്ധിയൻ മാർഗങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ. രാജ്യം പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടേത് കൂടിയാണ്. ചെറുപ്പക്കാർ ഒന്നടങ്കം താങ്കൾക്കൊപ്പം നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെയും ഞങ്ങളുടെ മുഴുവൻ ടീമിൻ്റെയും എല്ലാ പിന്തുണയും എപ്പോഴും താങ്കൾ